ധനം നമ്മളിൽ അഷ്ടലക്ഷ്മിമാരുടെ രൂപത്തിലാണ് വസിക്കുന്നത്. അത് വീടാകട്ടെ, ആഭരണമാകട്ടെ, വസ്തുവകളാകട്ടെ, ആഡംബര വസ്തുക്കളാകട്ടെ, ഇതെല്ലാം ധനത്തിൻ്റെ ഓരോരോ രൂപങ്ങളാണ്. ഐശ്വര്യം അഥവാ അബൻഡൻസ് നമ്മളിലേക്ക് പ്രവഹിക്കുന്നത് നമ്മളിൽ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോഴാണ്. ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ടെങ്കിൽ നമ്മൾ പകുതി വെള്ളമുണ്ടല്ലോ എന്നാണ് നമ്മൾ കാണേണ്ടത്, അല്ലാതെ പകുതിയേ ഉള്ളല്ലോ എന്നല്ല. പകുതി ജലമുണ്ടല്ലോ എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അവിടെ പ്രതിഫലിക്കുന്നത്. ഒരു പിച്ചക്കാരൻ തനിക്കൊരു പിച്ചപ്പാത്രം അവൻ്റെ സ്വത്തായിട്ട് കാണണം. നമുക്ക് എന്താണോ ഉള്ളത് അത് നമ്മുടെ സമ്പത്തായിട്ട് കാണണം. നമുക്കൊരു വാഹനം ഉണ്ടായിരിക്കാം, ഒരു വീടുണ്ടായിരിക്കാം, ചെറുതാണെങ്കിലും ഒരു വീടുണ്ടായിരിക്കാം, നമുക്ക് ജോലി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ഉണ്ടായിരിക്കാം, ചെറിയൊരു ഒരു തട്ടുകടയാണെങ്കിലും നമുക്കൊരു കടയുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ സമ്പത്തായിട്ട് കാണുക. നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ സമ്പത്തായിട്ട് കാണുക. അപ്പോൾ ഐശ്വര്യ ചൈതന്യം താനേ വരും. വെൽത്ത് കോൺഷ്യസ് അഥവാ ഐശ്വര്യ ചൈതന്യമുള്ളവർക്ക് എല്ലാം ലഭിക്കും വളരെ ഈസി ആയിട്ട്. ഉദാഹരണത്തിന്, ഐശ്വര്യ ചൈതന്യമുള്ള ഒരാൾക്ക് കയ്യിൽ പണമൊന്നും വേണമെന്നില്ല. അയാൾക്ക് എപ്പോഴും പണം ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ പണം ധാരാളമായിട്ട് അയാളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നു. ബാങ്ക് ബാലൻസ് വേണമെന്നില്ല, ആഭരണങ്ങൾ വേണമെന്നില്ല, വസ്തുവകൾ വേണമെന്നില്ല, ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും അയാളുടെ കൈകളിലേക്ക് എപ്പോഴാണോ പണം ആവശ്യമുള്ളത് അത് എത്തിച്ചേരുന്നതാണ് ഐശ്വര്യ ചൈതന്യം അഥവാ വെൽത്ത് കോൺഷ്യസ്നസ്. അഷ്ടലക്ഷ്മിമാർ ഓരോ ഐശ്വര്യത്തെ പ്രതിനിധീകരിക്കുന്നു. ഇവരെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഓരോ ഐശ്വര്യം ഓരോ എനർജി രൂപത്തിൽ നമ്മളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ അഷ്ടലക്ഷ്മിമാരെ ഓരോ എനർജി ആയിട്ട്, ധനത്തിൻ്റെ ആകട്ടെ, വീടിൻ്റെ ആകട്ടെ, വാഹനത്തിൻ്റെ ആകട്ടെ, സന്താനത്തിൻ്റെ ആകട്ടെ, ധൈര്യത്തിൻ്റെ ആകട്ടെ, വീര്യത്തിൻ്റെ ആകട്ടെ, വിജയത്തിൻ്റെ ആകട്ടെ, ഓരോ ലക്ഷ്മിമാരായിട്ട് ഓരോ എനർജി, ഓരോ ഊർജ്ജ രൂപം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതിനാണ്, നമ്മൾ ആ ഫ്രീക്വൻസിയിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നതിനാണ് അഷ്ടലക്ഷ്മിമാരോട് ഉദ്ദേശിക്കുന്നത്.